സുവിശേഷം 6-ാം അധ്യായം 25 മുതലുള്ള തിരുവചനങ്ങൾ. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്തു ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും എന്ന് ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല, എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസ്സിന്റെ ദൈർഘ്യം 1 മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? വസ്ത്രത്തെപ്പറ്റിയും നിങ്ങൾ എന്തിന് ആകുലരാകുന്നു? നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്, നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ദൈവമായ കർത്താവിന് സ്തുതി. ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, 80ാമത് കല്ലൂപ്പാറ ഓർത്തഡോക്സ് സിറിയൻ കൺവെൻഷന്റെ ഈ ചരിത്രത്തിൽ ആദ്യമായി നിങ്ങളൊരു കത്തോലിക്ക മെത്രാനെ വിളിക്കുന്നത് എന്നെയാണ്. അത് എനിക്ക് ബഹുമതിയാണെങ്കിലും നിങ്ങൾക്ക് ബഹുമതിയാണോ എന്ന കാര്യത്തിൽ എനിക്ക് കാര്യമായ സംശയമുണ്ട് കേട്ടോ. എന്നെ തന്നെ വിളിക്കേണ്ടി വന്നല്ലോ എന്ന് ഞാൻ ഓർക്കുകയായിരുന്നു. എന്നാലും നമ്മുടെ ക്രിസോസ്തമോസ് തിരുമേനിയുടെ വലിയ വാത്സല്യവും സ്നേഹവും ഒക്കെ കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ വന്ന് നിൽക്കുന്നത്. ഞാൻ ഒരു 10-25 മിനിറ്റ് മുമ്പ് കല്ലൂപ്പാറയിൽ വന്നതാണെങ്കിലും അതിനെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി ഞങ്ങൾ കുറേ സമയം കളഞ്ഞു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. നിങ്ങളുടെ കൺവെൻഷൻ സാധാരണ 8 മണിക്ക് അവസാനിക്കുന്നതാണെന്നാണ് എന്നോട് പറഞ്ഞത്. ഇപ്പം 7:50 നമ്മൾ എന്നെ എടുക്കണം. ഒരു 8:15 വരെ നിങ്ങൾ ഇരിക്കുമോ? നിങ്ങൾക്ക് ക്ഷമ ഒക്കെ ഉണ്ടെന്നാണ് തിരുമേനി പറയുന്നത് കേട്ടോ. ഇനി ഇടയ്ക്ക് ആരെങ്കിലും എഴുന്നേറ്റ് പോയാലും പിതാവിന് സങ്കടമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ സാരമില്ല, നിങ്ങൾ ഇത്ര ഇരുന്നല്ലോ, അത് തന്നെ വലിയ കാര്യം. ഞങ്ങളുടെ ആൾക്കാരായിരുന്നെങ്കിൽ എഴുന്നേറ്റ് പോയെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും 8:30 വരെ ആയാലും കുഴപ്പമില്ല അല്ലേ? ഏതായാലും നമുക്ക് നോക്കാം. പിതാവിനും പോയിന്റ് ചിലപ്പോൾ കുറഞ്ഞു പോവും, തീർന്നു പോയാൽ ഞാൻ നിർത്തിക്കോളാം. ഞാൻ ഓർത്തു നിങ്ങൾ ഇത്രയും വൈകിയൊക്കെ ഇരുന്നുകൊണ്ട് നിങ്ങളോട് വലിയ കാര്യങ്ങളൊന്നും പറയണ്ട, ആശങ്കാകുലരാകേണ്ട എന്നുള്ളതിനെ കുറിച്ച് അങ്ങ് പറയാം. കർത്താവ് നമ്മളോട് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് ഭയപ്പെടേണ്ട, സമാധാനം നിങ്ങളോട് കൂടെ, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. നമുക്കാണെങ്കിൽ സർവ്വതിനെക്കുറിച്ചും ആകുലതയാണ് താനും. കൊച്ചു കാര്യങ്ങൾ തുടങ്ങി വലിയ കാര്യങ്ങൾ വരെ എല്ലാത്തിനെക്കുറിച്ചും ആകുലപ്പെടുന്നവരാണ് നമ്മൾ. ചിലത് പറയുന്നത് പോലെ കല്യാണം നടക്കുന്നോടം വരെ കല്യാണം നടക്കുമോ എന്നുള്ള ആകുലതയാണ്. നടന്നു കഴിയുമ്പോൾ ഇതാണല്ലോ നടന്നത് എന്നുള്ള ആകുലതയാണ്. പിന്നെ പിള്ളേരുണ്ടാകുമോ എന്നുള്ള ആകുലതയാണ്. കാരണം ഉണ്ടായില്ലെങ്കിൽ എല്ലാവർക്കും പ്രശ്നമാണ്. പഞ്ചായത്ത് ഉൾപ്പെടെ ചർച്ച നിർത്തിവെച്ച് നമ്മുടെ കാര്യം ചർച്ച ചെയ്യും. ഇവർക്ക് എന്താ പിള്ളേരുണ്ടാകാത്തത്? അപ്പോൾ അതുകൊണ്ട് പിള്ളേരുണ്ടാവണം. അപ്പോൾ പിള്ളേരുണ്ടാകുമോ എന്നുള്ള ആകുലത. കുറേ വർഷങ്ങൾ കൂടി കുഞ്ഞുങ്ങളുണ്ടായ ഒരു പെൺകുട്ടിയുടെ പറയുകയുണ്ടായി. കല്യാണം കഴിച്ചപ്പം ഓർത്തത് പിള്ളേരൊക്കെ അങ്ങ് ഉണ്ടായിക്കോളും, കല്യാണം നടക്കുന്ന പാടെന്നാ ഓർത്ത്. എൻ്റെ പിതാവേ, പിള്ളേരുണ്ടാകുന്നതാണ് ഏറ്റവും പാട് എന്ന് അവൾ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. കുറേ വർഷങ്ങൾ കൂടി ഒരു കുട്ടി ഉണ്ടായി. അപ്പോൾ അതും ഒരാകുലതയാണ്. ഉണ്ടായി കഴിയുമ്പം ഇതുങ്ങളാണല്ലോ ഉണ്ടായത്, നേരെ പഠിക്കുകയില്ല, പറഞ്ഞാലും കേൾക്കുകയില്ല. അങ്ങനെ 2 എണ്ണമാണ് കർത്താവ് തന്നിരിക്കുന്നത്. പിന്നെ ഇതുങ്ങൾ നേരെ വളർന്നു വരുമോ എന്നുള്ള ആകുലതയാണ്. ആകുലപ്പെട്ട് നമ്മൾ പിള്ളേരെ വളർത്തുകയാണ്. മാതാപിതാക്കൾക്കൊക്കെ എന്ത് ആകുലതയാണ്. പിള്ളേരുടെ പരീക്ഷയൊക്കെ ആയിക്കഴിഞ്ഞാൽ അല്ലേ, ഭയങ്കര ആകുലതയാണ്. ഒരു വീട്ടിൽ ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഒരു പയ്യൻ അവനോട് ചോദിച്ചു, മോനെ നാളെ എന്നതാടാ പരീക്ഷ? ഉടനെ അവൻ ഇങ്ങനെ കാണിച്ചു, അങ്ങോട്ട് ചോദിക്കാൻ. അവന്റെ അറിയത്തില്ല എന്താ വിഷയം, നാളത്തെ പരീക്ഷയുടെ വിഷയം അവനറിയത്തില്ല. അമ്മയോട് ചോദിക്കാനാ പറയാറ്. പാവം അമ്മ അടുക്കളയിൽ അവന്റെ ടൈം ടേബിൾ എഴുതി ഒട്ടിച്ചിരിക്കുക. അത് നോക്കി അമ്മ പറയും, അയ്യോ എൻ്റെ അച്ഛാ, ഇവന്റെ നാളെ കണക്കിന്റെ പരീക്ഷ. അവന് വല്ല ബോധമുണ്ടോ നടപ്പ് കണ്ടിൽ? മാതാപിതാക്കൾക്ക് ഭയങ്കര ടെൻഷനാ. പല അമ്മമാരും അവർ മക്കളെ പഠിപ്പിക്കുന്ന രീതിയിൽ അവർ കുഞ്ഞുനാളിൽ പഠിച്ചിരുന്നെങ്കിൽ അവർ ജില്ലാ കളക്ടറായി പോയേനെ. പക്ഷെ എന്നാ ചെയ്യാനാ, വളരെ വൈകി. ഇപ്പോൾ അവര് അതിനെല്ലാം പ്രായശ്ചിത്തം ചെയ്യുകയാണ്. ആരോ പറഞ്ഞ പോലെ പഠിക്കേണ്ട കാലത്ത് ഉഴപ്പിയാൽ കുഴപ്പേണ്ട കാലത്ത് പഠിക്കും എന്ന് പറഞ്ഞതുപോലെ അവരങ്ങനെ ടെൻഷൻ അടിച്ച് പിള്ളേരുടെ പിന്നാലെ ടെൻഷൻ അടിച്ച് നടക്കുകയാണ്. യഥാർത്ഥത്തിൽ കർത്താവ് നമ്മളോട് പറയുന്നത് എന്താ? നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട. യഥാർത്ഥത്തിൽ ഈ വിശ്വാസം കൂടുന്നതിൻ്റെ ഒരു വലിയ കൃപ എന്താണ്? അതിൻ്റെ ഒരു വലിയ ലക്ഷണം എന്താണ്? വിശ്വാസം കൂടുന്നതനുസരിച്ച്
ആശങ്കകൾ കുറയും കേട്ടോ. ദൈവത്തിൽ വിശ്വസിക്കുന്നവന് ആശങ്കകൾ കുറയും. ഞാൻ ഓർക്കും പലപ്പോഴും നമ്മുടെ ആദിമസഭയിൽ, അതുപോലെ നടപടി പുസ്തകത്തിലൊക്കെ സ്തെഫാനോസ് വിശുദ്ധൻ, അദ്ദേഹം ആദ്യ രക്തസാക്ഷിയാവുകയാണ്. അദ്ദേഹത്തിന് ആകുലതയില്ല, അതിനെക്കുറിച്ചൊന്നും ആകുലതയില്ല. അദ്ദേഹം രക്തസാക്ഷിയാകുമ്പോഴും സന്തോഷത്തോടെ ദൈവത്തെ പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹം ജീവിക്കുന്നതിന്റെ കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ വിശ്വാസം മുഴുവൻ സ്വർഗത്തിലാണ്. കർത്താവ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നു. പിന്നെ അദ്ദേഹം എന്തിനാണ് വിഷമിക്കുന്നത്? അപ്പോൾ നമുക്കൊന്നിനെ കുറിച്ചും ആകുലപ്പെടേണ്ട കാര്യമില്ല. ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ, വിശ്വാസത്തിൽ വളർന്നു വരുന്നതിന്റെ ലക്ഷണം മനസ്സ് ശാന്തമായിക്കൊണ്ടിരിക്കും. മനസ്സിങ്ങനെ ശാന്തതയിൽ വളർന്നുകൊണ്ടിരിക്കും. നമുക്കൊക്കെ എന്ത് ഇഷ്ടമല്ല ഈ ശാന്തതയുള്ള മനുഷ്യരെ. നമ്മളെക്കുറിച്ചൊക്കെയുള്ള നാട്ടുകാരുടെ അഭിപ്രായം എന്നാ? പ്രായമാകും തോറും സ്വഭാവം വഷളായി വരിക എന്നാ. നിസ്സാര കാര്യങ്ങൾക്കെല്ലാം വഴക്കം പിടിച്ച് അസ്വസ്ഥരായി നമ്മൾ ഇങ്ങനെ പോവുകയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു അമ്മച്ചി എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് ഡൈവേഴ്സ് വേണം. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മച്ചി ഈ പ്രായത്തിൽ ഇനിയിപ്പോൾ ഡൈവേഴ്സ് മേടിച്ചിട്ട് എന്നെ എടുക്കാനാ? ഇനി കുറച്ച് നാളും കൂടെ ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോയാൽ നമുക്ക് സ്വർഗത്തിലങ്ങ് പോകരുതോ? എനിക്ക് പറ്റത്തില്ല, ഞാൻ ഇറങ്ങിപ്പോവുക, അച്ഛനത് അടിയന്തരമായിട്ട് ഇടപെടണം. കാരണം എന്നാ? എന്നോട് പറയാ, ഇത്രയും നാൾ ഇയാൾക്ക് ഭരിക്കാൻ ഓഫീസ് ഉണ്ടായിരുന്നു, അയാൾ ഓഫീസ് ഭരിച്ചോളുമായിരുന്നു. ഇയാൾ റിട്ടയർ ചെയ്ത് അതും കഴിഞ്ഞ് വേറെ എങ്ങാണ്ടും പോയി ജോലിയും ചെയ്ത് ഇപ്പം പിന്നെ വല്ലാത്ത ഒരു പ്രായത്തിൽ ഇപ്പൊ വീട്ടിൽ വന്നിരിക്കുക. ഇയാൾക്ക് ഭരിക്കാനായിട്ട് ആരുമില്ല. മക്കളാണെങ്കിൽ വിദേശത്തുവാ. ഇപ്പം കസേര എടുത്ത് അടുക്കളയിൽ ഇട്ടിട്ട് എന്നെ ഭരിക്കുക, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നീ പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നത് ശരിയാകുന്നില്ല, അരി ഇങ്ങനാണോ കഴുകുന്നത്, അത് ബീൻസ് അരിഞ്ഞത് ശരിയായില്ല, ഇത് നേരെ വെന്തിട്ടില്ല, പാത്രം കഴുകിയിട്ടില്ല, ഇവിടെ വൃത്തിയില്ല എന്ന് തുടങ്ങി ടെൻഷൻ പിടിപ്പിക്കുന്ന പരിപാടിയാണ്. എനിക്ക് ഒരു സ്വസ്ഥതയില്ല, അതുകൊണ്ട് എനിക്കിനി അവിടെ ജീവിക്കണ്ട. ഞാൻ ഈ അച്ചായനെ വിളിച്ച് സംസാരിച്ചു, അച്ചായ ഇങ്ങനെ ഉടനെ പറഞ്ഞ, അച്ഛാ അവളൊന്നും നന്നായിക്കോട്ടെന്ന് ഓർത്ത് ഞാൻ പറയുന്നല്ലേ അച്ഛാ. ഞാൻ ചോദിച്ചു, എത്ര വർഷമായി നിങ്ങൾ ജീവിതം തുടങ്ങിയിട്ട്? ഞങ്ങളൊരു 35-40 വർഷമൊക്കെ ആയി. എന്നിട്ട് നന്നായില്ലേ? എവിടെ കണ്ടില്ലേ, ഇങ്ങനെയാ. അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ അച്ചായ 35 വർഷമായിട്ട് നടക്കാത്ത ഒരു കാര്യം ഇനി നടക്കുമോ? ഇനി നമുക്ക് ദൈവത്തിന് വിട്ടുകൊടുത്ത അച്ചായൻ ആ കസേരയുടെ സ്ഥാനം ഒന്ന് മാറ്റി ആ ഫ്രണ്ടിലോട്ടൊന്നും കൊണ്ടിട്ട് അവിടെ പത്രം വായിച്ച് ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരും. ഏതായാലും പുള്ളി പത്രം വായിച്ചോ ഇല്ലയോ, അമ്മച്ചി പിന്നെ എന്നെ കാണാൻ വന്നില്ല. നമ്മളിങ്ങനെ 100 കൂട്ടം കാര്യങ്ങളെ കുറിച്ച് ആകുലപ്പെട്ട് നമ്മുടെ എല്ലാം ആരോഗ്യം പോവുകയല്ലേ അല്ലെ? ഒരു സന്തോഷമുള്ള മനുഷ്യര്, എത്ര പേര് സന്തോഷമുള്ള മനുഷ്യർ. ഞങ്ങൾ ക്രിസ്ത്യാനികളായതുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമാണ്. കാരണം മരണം നിന്നെ കൊല്ലൂന്ന് പറഞ്ഞാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം എന്താ? നമ്മുടെ പ്രത്യാശ മുഴുവൻ സ്വർഗത്തിലാണ്. നമ്മുടെ പ്രത്യാശ മുഴുവൻ സ്വർഗത്തിലാണ്. അപ്പൊ പിന്നെ നമുക്ക് എന്തിനാണ് അസ്വസ്ഥത, എന്തിനാണ് ആകുലത? നമ്മൾ അറിയാതെ നമ്മുടെയൊക്കെ ചിന്തകളിലേക്ക് ഒരു സാമ്പത്തിക സമൃദ്ധിയുടെ ഒരു സുവിശേഷം കടന്നു വരുന്നുണ്ട്. ഈശോയിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ എല്ലാം ക്രമീകരിച്ചു തരും. എല്ലാം കർത്താവ് എല്ലാം ശരിയാക്കി തരും. എൻ്റെ സാമ്പത്തിക പരാധീനതകളിൽ നിന്നെല്ലാം കർത്താവ് ഒരു സുപ്രഭാതത്തിൽ കൊണ്ട് എന്നെ രക്ഷിച്ചു. അല്ലെങ്കിൽ ഒരു രോഗശാന്തി എനിക്ക് നൽകിയ കർത്താവ് അതെല്ലാം തരാതൊന്നും ഇരിക്കത്തില്ല. പ്രാർത്ഥിച്ചാൽ എല്ലാം മാറി തരും. പക്ഷെ നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം അതാകരുത് അല്ലെ? പ്രാർത്ഥനയുടെ ലക്ഷ്യം ഭൗതികമായ നന്മകൾ മാത്രമാകുമ്പോൾ നമുക്കെന്നും ടെൻഷൻ അടിക്കാനേ നേരം കാണത്തുള്ളൂ. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യം നടക്കുന്നില്ല, കിട്ടുന്നില്ല. ഇനി എന്താണ്, കിട്ടുമോ? അത് ഇനി ഈ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് ശരിയാകുന്നില്ല, ഇനി അപ്പുറത്തെ മാതാവിൻ്റെ അടുത്ത് പോയാലോ, അവിടെ പോയി ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിയാലോ, അവിടെ എല്ലാം ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുക. പണ്ടൊരു അമ്മച്ചി എന്നെ കാണാമെന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എന്താണ്, എൻ്റെ അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കണേ. ഞാൻ ആർക്ക് വേണ്ടിയിട്ടാ? എൻ്റെ മോക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ മോക്ക് എന്നാ പറ്റി? ഒന്നും പറ്റിയില്ല അച്ഛൻ, ചുമ്മാ കരുനാക്കൊണ്ടൊന്നും പറഞ്ഞൊന്നും പറ്റിക്കാതെ ഒന്നും പറ്റിയൊന്നുമില്ല. പിന്നെന്തിനാ? എൻ്റെ മോക്ക് ദുബായിൽ അവൾക്ക് 65,000 രൂപ ശമ്പളം ഉണ്ട്. കുറെ വർഷം മുമ്പാ കേട്ടോ. ഞാൻ പറഞ്ഞു, അത് നല്ല കാര്യമല്ലേ, നമുക്ക് സ്തോത്രം പാടാം. അതല്ല അച്ഛാ, എൻ്റെ അച്ഛാ ഓസ്ട്രേലിയയിൽ നിന്നൊരു കോള് വന്നിരിക്കുന്നു, അത് കിട്ടിയാൽ എൻ്റെ മോൾക്ക് 2.25 ലക്ഷം എന്ന് പറഞ്ഞ് ഈ അമ്മച്ചിയുടെ വായ അടയുന്നില്ല. ഞാൻ പിന്നെ തലയിലൊക്കെ അടിച്ച് വായ അടപ്പിച്ചു. എങ്ങാനും ശ്വാസം നിലച്ചു പോയാൽ പ്രശ്നമല്ലേ? ഇപ്പോഴത്തെ കാലവുക എന്തെല്ലോ ആ മനുഷ്യൻ പറയുന്നേ. അപ്പൊ അതുകൊണ്ട് അമ്മച്ചിക്ക് ഭയങ്കര ഇതാണ്. എൻ്റെ അയ്യോ 2.25 ലക്ഷം എന്നും പറഞ്ഞുകൊണ്ട് നാട്ടിലെ ഏറ്റവും വില കുറഞ്ഞ ഒരു കൂടി മെഴുകുതിരി മേടിച്ചിറങ്ങിയിരിക്കുക രാവിലെ. എന്തിനാ? എങ്ങനെങ്കിലും ഈ 2.25 ലക്ഷം തരപ്പെടുത്തണം.
എനിക്കാണെങ്കിൽ ഈ അമ്മച്ചിയോട് ദേഷ്യവും വന്നു. ഞാൻ പറഞ്ഞ എൻ്റെ അമ്മച്ചി ഈ 65,000 രൂപ സമാധാനമായി സ്വീകരിച്ച് അതിൽ 5,000 രൂപ പള്ളിക്കും കൊടുത്ത് 60,000 രൂപ എങ്ങനെ ശാസ്ത്രീയമായി ഉപയോഗിക്കണമെന്ന് അറിവുള്ളവരോട് ചോദിച്ച് അങ്ങ് സന്തോഷമായിട്ട് ജീവിച്ചാൽ പോരെ, വെറുതെ എന്തിനാ ഈ മെഴുകുതിരിയുമായിട്ട് അതിരാവിലെ ഇറങ്ങിയിരിക്കുന്നത്? അമ്മച്ചി എന്നോട് ചൂടായി. കണ്ടപ്പോഴേ മനസ്സിലായി ബുദ്ധിജീവിയാ, ഒരു കാര്യവും ഇല്ലെന്ന്. ചുമ്മാ പ്രസംഗവും കൗൺസിലിംഗ് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 10 പൈസയുടെ ഉപകാരം ഇല്ല. കണ്ണാടി കണ്ടപ്പോഴേ മനസ്സിലായി ബുദ്ധിജീവിയാ. അപ്പുറത്ത് ആമ്പിള്ളേരിപ്പുണ്ട്, ഞങ്ങൾ പോവാന്ന് പറഞ്ഞു അമ്മച്ചി അപ്പുറത്ത് പോയി. മിക്കവാറും അവിടുത്തെ അച്ഛൻ അമ്മച്ചിയുടെ കുറെ കാശും മേടിച്ച് കാണും, മെഴുകുതിരിയും കത്തിച്ച് അമ്മച്ചി സമാധാനമായിട്ട് പോയി കാണും. ഏതായാലും നമ്മളിങ്ങനെ ഞാൻ ചിന്തിക്കുന്നത്, നമുക്ക് ഈ ഉള്ള നന്മകളെ ഓർത്ത് കൊള്ളാം, നന്നായിരിക്കുന്നു കേട്ടോ, സന്തോഷമായിരിക്കുന്നു, നല്ല ജീവിതമാണ് എന്നൊന്നും പറയാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് അല്ലേ? ഞാൻ നിങ്ങളെയൊക്കെ വെല്ലുവിളിക്കുകയാണ്. ഈ കൺവെൻഷനൊക്കെ ഇന്ന് തീരുവോ അതോ ഇനിയുണ്ടല്ലേ? ഞായറാഴ്ച തീരുമ്പോൾ നിങ്ങളെല്ലാവരും കൂടെ കർത്താവിനോട് പറയും, കർത്താവേ ഇതുവരെ തന്നതൊക്കെ മതി കേട്ടോ, താങ്ക്സ് എന്നൊക്കെ പറയാൻ പറ്റുമോ? എൻ്റെ പിതാവേ, ചുമ്മാ ഉഴപ്പാതെ, ഇത് കഴിയുമ്പം കുറച്ച് കാര്യങ്ങൾ നേടിയെടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതിനിറങ്ങിയിരിക്കുന്നത്. അത് കുഴപ്പമില്ല, ചോദിച്ചോ. പക്ഷെ എന്നാലും നമ്മുടെ ഒരു മനസ്സൊന്ന് മാറണം. ദൈവമേ, ഈ ജീവിതം തന്നല്ലോ, നന്ദി, നല്ല ജീവിതമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഏറ്റവും ഒത്തിരി ഞാൻ ആത്മീയനാകുന്ന ഒരു സന്ദർഭം പറയാം. ഈ ഭിന്നശേഷിക്കാരായ മക്കളെയൊക്കെ ഞങ്ങളുടെ കന്യാസ്ത്രീകൾ പരിപാലിക്കുന്നുണ്ട്. ഉപേക്ഷിക്കപ്പെട്ടവർ, മാനസിക രോഗികളായ പുരുഷന്മാർ, സ്ത്രീകൾ, അവരെയൊക്കെ നോക്കുന്നുണ്ട്. അവരെയൊക്കെ നോക്കാൻ ഈ കന്യാസ്ത്രീകൾക്കേ പറ്റത്തുള്ളൂ. കാരണം അതുപോലെ അതിരാവിലെ എഴുന്നേറ്റ് ജീവിതം മുഴുവൻ അവർക്ക് വേണ്ടിയിട്ട് അങ്ങ് സമർപ്പിക്കുകയാണ്. നമ്മുടെ പെൺപിള്ളേരെ, മിടുമിടുക്കികളായ നമ്മുടെ പെൺകുട്ടികളല്ലേ ഈ ജീവിതത്തിലേക്കൊക്കെ വന്ന് ഇവരെയും പരിപാലിച്ച് ജീവിക്കുന്നു. അവരുടെയൊക്കെ നന്മ ആര് കാണുന്നു? ഏതായാലും ആ ഭവനങ്ങളിൽ ചെല്ലുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ചിരി ഒന്ന് കാണേണ്ടതാണ്. അവർക്ക് എപ്പോഴും സന്തോഷമാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും അവർ ചിരിക്കും. അവർക്ക് ചിരിയോട് ചിരിയാണ്. നമ്മൾ പറയും അവർക്ക് അത്ര ബോധമില്ലാത്തതുകൊണ്ടാണ് ചിരിക്കുന്നതെന്ന് പറയും. പക്ഷേ അവർക്ക് എന്തോ ഒരു അവർക്ക് സംതൃപ്തിയാണ്, അവർക്ക് സന്തോഷമാണ്. അവർക്ക് ആ 4 നേരം ഭക്ഷണമൊക്കെ കിട്ടി. ഈ സിസ്റ്റേഴ്സ് അവരെയൊക്കെ നോക്കുന്നു, എന്തോ ഒരു സംതൃപ്തിയാണ്. നമുക്കാണെങ്കിൽ ബോധം ഉണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന പാർട്ടികളാണ് നമുക്ക് സംതൃപ്തി ഉണ്ടോ? അതാണ് ശരിക്കും നല്ല ജീവിതങ്ങൾ നമുക്കുണ്ട്. ദൈവം നമുക്ക് ഒത്തിരി നല്ല സാഹചര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതിലൊക്കെ ഒന്ന് വിശ്വസിച്ച് ദൈവമേ നന്ദി എന്നൊക്കെ പറയാനുള്ള ഒരു മനസ്സ്, അതല്ലേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ആത്മീയത എന്നൊക്കെ പറയുന്നത്. ആത്മീയതയുണ്ടെന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു സംതൃപ്തിയുടെ ഭാവത്തിലേക്ക് വരാൻ സാധിക്കണം. ഞാൻ ഈ അടുത്ത നാളിൽ നല്ല മിടുമിടുക്കരായ 2 പേരെ കല്യാണം കെട്ടിച്ചു. നല്ലൊരു പയ്യനും അവന് പറ്റിയ നല്ല മിടുക്കിയൊരു പെൺകുട്ടിയും. അപ്പൊ ഞാൻ ഓർത്ത്, കർത്താവേ, നല്ല നല്ല ഫാമിലി, എനിക്കറിയാവുന്ന കുടുംബങ്ങളാണ്, നല്ല ഒത്തിരി സ്നേഹമുള്ള മനുഷ്യരാണ്. ഇവരെ നല്ല ഒരു ദാമ്പത്യ ജീവിതം നയിക്കാൻ അതിനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ഞാൻ എന്നിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ എടുക്കാൻ പോകുന്നു? പയ്യൻ പറഞ്ഞു, ഞാൻ ദക്ഷിണാഫ്രിക്കയ്ക്ക് പോവാണ്. പെൺകുട്ടിയോ, ഞാൻ ഓസ്ട്രേലിയക്ക് പോവാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്നാണ് ഈ ദാമ്പത്യം ജീവിക്കാൻ പോകുന്നത്? ഒരു പിടിയൊന്നുമില്ല, ഒന്നും പറയാൻ പറ്റില്ല പിതാവ്. ഇപ്പോഴത്തെ കാലത്ത് വിസയുടെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ചിലപ്പോൾ 1 വർഷത്തിനുള്ളിലൊക്കെ ശരിയാകുമായിരിക്കും, അല്ലെങ്കിൽ അത് നീണ്ടുപോകും. അതാണ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും, പുറമേ നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത മനുഷ്യര്, നല്ല സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്ന മനുഷ്യര്, പക്ഷെ അവരുടെ ടെൻഷൻ, ആകുലത മുഴുവൻ ഭാവിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അങ്ങ് ചിന്തിച്ച് വല്ലാതെ വിഷമിച്ച് ജീവിക്കുകയാണ്. ചിലരാണെങ്കിൽ പിള്ളേരുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് അസ്വസ്ഥരാകുന്നവര് ഒത്തിരി പേരുണ്ട്. കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് അസ്വസ്ഥരായിട്ട് നിൽക്കും. ചിലര് പിള്ളേരെ എങ്ങനെയെങ്കിലും കെട്ടിച്ചു വിടണമല്ലോ എന്ന് ഓർത്ത് അവരുടെ സർവമാന സുരക്ഷിതത്വം പോകുന്നവരുണ്ട്. ആരാണ്ട് പറഞ്ഞ പോലെ, ഒരു പെൺകൊച്ചു പറഞ്ഞ പോലെ, ഞങ്ങൾ 2 പെൺപിള്ളേര് വളർന്നെന്നും പറഞ്ഞാൽ ജനിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അപ്പൻ ആദ്യ കയറി പറമ്പിന്റെ ചുറ്റും തേക്ക് മരം നട്ടു. എന്തിനാ? 20 വർഷം കഴിയുമ്പം പെൺപിള്ളേർക്ക് 20 വയസ്സാകുമ്പം തേക്കിനും 20 വയസ്സാവും. അപ്പോൾ അത് വെട്ടി വിറ്റാൽ നല്ല കാശാവും. പുള്ളി തേക്കിനെ പരിപാലിച്ച് നടന്ന നേരത്ത് ഞങ്ങളെ നോക്കിയായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വല്ല ഗുണമുണ്ടായേനെ. ഏതായാലും കെട്ടിച്ച് വേണ്ടി വന്നില്ല, ആരാണ്ടരുടെ കൂടെ ഓടിപ്പോയി. അപ്പൊ അവര് പറഞ്ഞു, വെറുതെ ഇയാൾ ഇങ്ങനെ ടെൻഷൻ പിടിച്ച് തേക്കിനെ പരിപാലിച്ച് നടന്നു. അതാണ് നമുക്ക് ഈ ഭാവിയെ കുറിച്ച് ഓർത്ത് ഭയങ്കര ആകുലതയിൽ അങ്ങ് ജീവിക്കുകയാണ്. എന്നാൽ അന്നൊന്നു വേണ്ടുന്ന ആഹാരം ദൈവം നമുക്ക് ആരോഗ്യം തന്നിട്ടുണ്ട്. അധ്വാനിച്ച് സംതൃപ്തിയോടുകൂടി ജീവിക്കാം. ഞാൻ പണ്ട് ഇരുന്ന ഒരു പള്ളിയിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുണ്ട്. നല്ല മിടുക്കിയായ ഒരു ഭാര്യയും നല്ല 2 പിള്ളേരും. അവർക്ക് എന്നെ അഭിമാനമാണെന്നറിയാം ഈ അപ്പനെ കുറിച്ച്. ഈ അപ്പനെ കുറിച്ച് പറയുന്നത്, നാട്ടിൽ നല്ല സ്വഭാവമുള്ള ഒരു ഓട്ടോറിക്ഷക്കാരനാണ്. ഇയാൾ എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛാ, അതിരാവിലെ 5 മണി മുതൽ എന്നെ ആൾക്കാർ വിളിച്ചു തുടങ്ങും. രാത്രി 12 മണി വരെ എനിക്ക് ഓട്ടമുണ്ട്. ഞാൻ ഓടാൻ തയ്യാറായാൽ മതി.
കാരണം അയാൾ കറക്റ്റ് കാശ് മാത്രമേ മേടിക്കത്തുള്ളൂ. അയാൾ അധ്വാനിക്കാനായിട്ട് തയ്യാറാണ്. മാന്യമായ പെരുമാറ്റമാണ് എല്ലാവരോടും. അയാൾക്ക് സ്റ്റാൻഡിലൊന്നും ഒത്തിരി നേരം കിടക്കേണ്ട ആവശ്യമില്ല. അയാളെ ഓടാന് അയാളുടെ 2 മക്കളും നാട്ടിലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്നു. അയാളുടെ ഭാര്യ നല്ല അന്തസ്സോടെ എല്ലാ കാര്യങ്ങളിലും മുൻനിരയിൽ തന്നെ നിൽക്കുന്നു. സംതൃപ്തിയുള്ള ഒരു കുടുംബമാണ്. ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബം. എനിക്ക് തോന്നുന്നു നമ്മള് ക്രിസ്ത്യാനികള് ഈ സുവിശേഷം കുരിശിൽ സംതൃപ്തി കണ്ടെത്തിയ കർത്താവിനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ കർത്താവിലാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിലും നമ്മൾ പലപ്പോഴും ആവലാതിപ്പെട്ട് നമ്മുടെ ആരോഗ്യമെല്ലാം കളഞ്ഞ് ജീവിക്കുകയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 35 മുതലുള്ള വാക്യങ്ങളിൽ എൻ്റെ മനസ്സിനെ ഏറ്റവും ശാന്തമാക്കുന്ന ഒരു വചനഭാഗമുണ്ട്. അത് നിങ്ങൾക്കും അറിയാം. ഈശോ കടലിനെ ശാന്തമാക്കുകയാണ്. അന്ന് സായാഹ്നമായപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. അവർ ജനക്കൂട്ടത്തെ വിട്ട് അവൻ ഇരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി. വേറെ വള്ളങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി. തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ച് കയറി വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. ഈശോ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗൗനിക്കുന്നില്ലേ? അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. കാറ്റ് ശമിച്ചു, പ്രശാന്തതയുണ്ടായി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. അലറി വിളിക്കുന്ന കടലിന്റെ നടുവിൽ തോണിയിൽ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയാണ്. ആര്? ഈശോ. സമ്മതിക്കണം അല്ലേ? അലറി വിളിക്കുന്ന കടലിന്റെ നടുവിൽ തോണിയിൽ അമരത്ത് തലയണ വെച്ച് കിടന്നുറങ്ങാൻ കർത്താവെ, നിനക്കല്ലാതെ ആർക്കാണ് സാധിക്കുക? എന്തോ ഒരു ശാന്തതയാണത്. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ശാന്തതയിൽ അവിടുന്ന് സ്വസ്ഥമായിട്ട് വിശ്രമിക്കുകയാണ്. അലറി വിളിക്കുകയാണ് കടല്. തിരമാലകളെല്ലാം വഞ്ചിയിലേക്ക് അടിച്ചു കയറുന്നു. എന്തുകൊണ്ടാണ് ഈശോയ്ക്ക് അങ്ങനെ ഉറങ്ങാൻ സാധിച്ചത്? അവനറിയാം, ഒരു വാക്കുകൊണ്ട് ഇത് തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. എന്നാ പിന്നെ ശകലം കൂടെ ഉറങ്ങിയിട്ട് ഇതൊക്കെ ചെയ്യാമല്ലോ എന്ന് ഓർത്ത് പാവത്താൻ കിടന്ന് ഉറങ്ങുക. ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേറ്റ് ഒരു വാക്കുകൊണ്ട് ഇതിനെ ശാന്തമാക്കാവുന്നേ ഉള്ളൂ. അപ്പോ എന്നിട്ട് ഈശോ അവരോട് ചോദിക്കുന്ന എന്താണ്? നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത്? നിങ്ങൾക്ക് വിശ്വാസം ഇല്ലേ? വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും കൂടെ എൻ്റെ കൂടെ കിടന്നങ്ങ് ഉറങ്ങിക്കൂടെ സന്തോഷമായിട്ട്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അസ്വസ്ഥപ്പെടുന്നത്? നമ്മൾ അങ്ങനെയാണ്. ചിറാപ്പുഞ്ചിയിൽ മഴ പെയ്യുന്നെന്ന് കേൾക്കുമ്പോഴേ ഇവിടെ കൊട പിടിക്കുന്ന പാർട്ടികളുണ്ട്. കാരണം എന്നാ, അയ്യോ മഴ വരുന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ടെൻഷൻ അടിച്ച് ജീവിക്കുന്ന ആൾക്കാര്. ഈ നാളെ പട്ടിണിയാകുമല്ലോ എന്നോർത്ത് ഇന്നത്തെ ഭക്ഷണം ആസ്വദിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. നാളെ പട്ടിണിയാകാൻ സാധ്യതയുണ്ട്. അത് ഓർത്തോണ്ടിരുന്ന് ഇന്നേ വിശപ്പില്ല, ഉള്ള വിശപ്പെല്ലാം പോയി. അപ്പൊ നമുക്ക് അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ സ്വസ്ഥമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും? ഒരേ ഒരു മാർഗമേ ഉള്ളൂ. സർവശക്തനായ ദൈവത്തിൽ വിശ്വസിക്കുക. സർവശക്തനായ ദൈവത്തിൽ വിശ്വസിക്കുക. അവൻ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അവനിൽ വിശ്വസിക്കുക. അവനിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ഈ ഒരു വലിയ ബോധ്യം നമ്മളെ ഓരോരുത്തരെയും ശാന്തതയിലേക്ക് നയിക്കും, സ്വസ്ഥതയിലേക്ക് നയിക്കും. ഞാനിത് ആവർത്തിച്ച് പറയുന്നതിന്റെ ഒരു കാരണം, പ്രിയപ്പെട്ടവരെ, എൻ്റെ ഒരു വലിയ ബോധ്യം നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിൽ പ്രത്യേകിച്ചും ഈ ശാന്തത, സ്വസ്ഥത, കുടുംബ സമാധാനം ഇതൊക്കെ കുറവാണ്. ഇപ്പൊ നിങ്ങൾ കേട്ട് കാണും, ജനുവരി 1-ാം തീയതി 600 കോടി രൂപയ്ക്കാണ് കേരളത്തിൽ ചേട്ടന്മാര് മദ്യപിച്ചിരിക്കുന്നത്. ചേച്ചിമാര് മദ്യപിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. നമ്മൾ അത്രയും പ്രോഗ്രസീവ് ആയോ എന്ന് അറിയില്ല. ഏതായാലും 600 കോടി രൂപയ്ക്ക് ഈ കൊച്ചു കേരളത്തിൽ മനുഷ്യര് മദ്യപിക്കുകയാണെന്ന് പറയുമ്പോൾ 300 കോടി രൂപയും ക്രിസ്ത്യാനി മദ്യപിച്ചതാകാനാണ് സാധ്യതയെന്നാണ് എൻ്റെ ഒരു ചിന്ത. കാര്യം നമ്മൾ 14% ഉള്ളെങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ മുൻപന്തിയിലാണ്. എന്തുകൊണ്ടാണ് ഈ മനുഷ്യരല്ല ഇങ്ങനെ വെള്ളമടിച്ച് തീരുന്നത്? നമ്മുടെയൊക്കെ വലിയ പ്രബലമായ കുടുംബങ്ങൾ നശിച്ചു പോയതിൻ്റെ അടിസ്ഥാനം ഈ മദ്യമാണ്. മദ്യപിച്ച് ലഹരി തലയിൽ കയറി പാപം ഇതെല്ലാം വന്ന് കുടുംബങ്ങൾ നശിച്ചുപോയി. എത്രയോ വലിയ ക്രൈസ്തവ കേന്ദ്രങ്ങൾ ഒന്നുമല്ലാതായി പോയതിൻ്റെ പിന്നിലുമൊക്കെ ഈ മദ്യപാനമുണ്ട്. അതിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നു, കുടുംബത്തിൽ ഒരു സംതൃപ്തിയുടെ അനുഭവമില്ല. കുടുംബത്തിൽ ഒരു സംതൃപ്തിയുടെ അനുഭവം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് മനുഷ്യർക്ക് ഒരു വല്ലാത്ത പ്രവണതയുണ്ട്.
സംതൃപ്തിയുടെ ഒരു ജീവിതം, സമാധാനത്തിന്റെ ഒരു ജീവിതം. ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ അല്പസമയമൊക്കെ ഒന്ന് വർത്തമാനം, ഒരു സ്നേഹവർത്തമാനം പറഞ്ഞിട്ട് കിടന്നുറങ്ങുന്ന എത്ര വീടുകളുണ്ടാവും? ഒരു ഗവേഷണം നടത്തിയാൽ അത് എങ്ങനെ ഇരിക്കും? ഒരു സർവേ നടത്തിയാൽ ഭാര്യയും ഭർത്താവും കൂടെ സ്നേഹത്തോടെ ഒരു 5 മിനിറ്റ് ഒരു ദിവസം വർത്തമാനം പറയുന്ന എത്ര വീടുകൾ കാണും? നമ്മളെല്ലാവരും കൂടെ വട്ടം കൂടിയിരുന്ന് സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചിട്ട് കൊള്ളാൻ നന്നായിരിക്കുന്നു എന്ന് പറയാൻ സാധിക്കുന്ന എത്ര വീടുകൾ കാണും? ഞാനൊരിക്കല് ഭക്ഷണം കഴിച്ചിട്ട് ഭർത്താവ് ഭാര്യയ്ക്ക് നന്ദി പറയുന്ന ഒരു വീട്ടിൽ പോയി. ഇവിടെങ്ങും അല്ല കേട്ടോ, ജർമ്മനിയിലാണ്. പണ്ട് പഠിക്കാൻ പോയ കൂട്ടത്തിൽ ഒരു വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും നമ്മളെ വിളിച്ച്, അച്ഛനെ വിളിച്ച് ആഘോഷമായിട്ട് ഭക്ഷണമൊക്കെ തരും അവര്. പാവത്താൻ ഒറ്റയ്ക്ക് ജീവിക്കുകയാണ്, ഇന്ത്യക്കാരൻ, ഭാഷ അറിയാതെ അവനവിടെ നിൽക്കുക. എന്നാൽ പിന്നെ അവനെയും കൂടെ വിളിച്ച് ഭക്ഷണം കഴിക്കുക. അവർക്ക് അങ്ങനത്തെ കരുതലൊക്കെ ഉണ്ട്. അവർ നമ്മളെ വിളിച്ചുകൊണ്ട് പോയി ഭക്ഷണമൊക്കെ തരും. ഓരോരോ 1.5 മണിക്കൂറിന്റെ ഒരു ഭക്ഷണമാണ്. ഒത്തിരി വർത്തമാനം എല്ലാം പറഞ്ഞ് പതുക്കെ ഓരോ ഭക്ഷണം ഉണ്ടാക്കി ചൂടോടെ തന്ന്, അങ്ങനത്തെ ഒരു രീതിയാണ് അവരുടേത്. അത് എല്ലാം കഴിച്ചു കഴിയുമ്പോഴത്തേക്കും അവസാനം നല്ല ഒരു പുഡിങ്ങൊക്കെ തന്ന് എല്ലാം കഴിച്ചു കഴിയുമ്പം ഭർത്താവ് ഭാര്യയ്ക്ക് നന്ദി പറയുന്നു. എടി, നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ, താങ്ക് യു വെരി മച്ച്, നീ നന്നായിട്ട് കഷ്ടപ്പെട്ടല്ലേ. നമുക്ക് അത്ഭുതം. നമ്മുടെ നാട്ടിലൊന്നും നമ്മൾ ഇതുവരെ ഇത് കേട്ടിട്ടില്ല. ഞാൻ ഇത് ഒരു പള്ളിയിൽ ചെന്ന് പറഞ്ഞപ്പം ഒരു അമ്മച്ചി എന്നെ കാണാനായിട്ട് കാത്തു നിൽക്കുക. അച്ഛാ, അത് ഏത് നാട്ടിലാന്നാ അച്ഛാ അത് പറഞ്ഞു, അവിടെ എങ്ങാനും പോകാൻ പറ്റുമോ അച്ഛാ? എൻ്റെ അച്ഛാ, ഞങ്ങളുടെ വീട്ടിൽ ഒരുത്തനുണ്ട്, ഫുഡ് അടിച്ച് ഏമ്പക്കവും വിട്ട് പോകുന്നതല്ലാതെ ഇന്നേ വരെ ഇത് കൊള്ളാമെന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. ഒരു വാക്ക് നന്ദിയൊന്നും എനിക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല, അത് കൊള്ളാവുന്നെങ്കിലും അങ്ങേരൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. എന്നിട്ട് കഴിഞ്ഞ ദിവസം പൊറോട്ടയും തട്ടുകടയിൽ നിന്ന് പൊറോട്ടയും ചിക്കനും മേടിച്ചോണ്ട് വന്നിട്ട് പറയാം, എടി നല്ല ടേസ്റ്റുള്ള പൊറോട്ടയായി, നീയൂടെ കഴിക്കാൻ. ഞാൻ അതെടുത്ത് കോഴിക്കിട്ട് കൊടുത്തു. ഞാൻ 1-ാം തരം ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഇന്നേ വരെ അത് നല്ലതാണെന്ന് അയാൾ പറഞ്ഞിട്ടില്ല. നമ്മുടെ ഈ കേരളത്തിലെ കുടുംബങ്ങളുടെയൊക്കെ ഒരു പ്രശ്നം അതാ. നമ്മൾ അച്ചായന്മാരൊക്കെ ഒരുമാതിരി വലിയ പത്രാസിന്റെ പാർട്ടികളാണ്. അവര് മിക്കവാറും വീട്ടിൽ വന്നാൽ മിണ്ടത്തില്ല, മുരളുകയും ഞരങ്ങുകയൊക്കെ ചെയ്തുള്ളൂ. ഏതാനും ശബ്ദങ്ങളൊക്കെ മാത്രമേ പുറപ്പെടുവിക്കത്തുള്ളൂ. അവര് ശരിക്കും വർത്തമാനം പറയത്തില്ല, ചിരിക്കത്തില്ല. അതൊക്കെ വളരെ മോശമാണെന്നാണ് അവരുടെ ചിന്ത. ചില പെണ്ണുങ്ങൾ പറയുന്നത്, വീട്ടിൽ വന്നാൽ അവാർഡ് പടം പോലെ അത് ഞാൻ ഒന്നും മിണ്ടത്തില്ല, പുറത്തിറങ്ങിയ വലിയ അട്ടഹാസമാ. പുറത്തിറങ്ങി, അതാണ് പുള്ളിക്കാരത്തേക്ക് സഹിക്കാൻ വയ്യാത്തത്. വീട്ടിൽ വന്ന് മിണ്ടിയില്ലേലും പോട്ടെ, പക്ഷെ പുറത്തുള്ള അട്ടഹാസം അങ്ങോട്ട് സഹിക്കുന്നില്ല. അതാണ് നമുക്ക് ഈ വീട്ടിൽ, നമ്മുടെയൊക്കെ വീടുകളിൽ കുറച്ചും കൂടെ ഒരു സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷം, ഒരു സ്നേഹത്തിന്റെ ഒരു അന്തരീക്ഷമൊക്കെ വേണം. ഈ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരുമ്പോൾ അവർക്ക് ഏറ്റവും അത്യാവശ്യം, പ്രിയപ്പെട്ടവരെ, സമാധാനത്തിന്റെ ഒരു ജീവിതം. നിങ്ങൾ ഓർക്കണം, കുഞ്ഞുങ്ങളെ നിങ്ങൾ വലിയ ഇന്റർനാഷണൽ സ്കൂളിൽ വിട്ടില്ലേലും ഒരു കുഴപ്പമില്ല. നല്ല ശാന്തതയുള്ള സ്നേഹമുള്ള ഒരു അന്തരീക്ഷം കൊടുക്കുക. എപ്പോഴാണെന്നറിയാമോ? അത് നിങ്ങൾ ജനിച്ചു വീണ ആദ്യത്തെ ഒരു 5 വർഷമാണ് ഇത് കൊടുക്കേണ്ടത്. അവർക്ക് സുരക്ഷിതത്വം കിട്ടണം. സുരക്ഷിതത്വം. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് ആശങ്കാരോഗങ്ങൾ ഉണ്ടാകുന്നു, അവർക്ക് മൂഡ് ഡിസോർഡേഴ്സ് ഉണ്ടാകുന്നു, അവർക്ക് കോൺസെൻട്രേഷൻ ഇല്ലാതെ പഠിക്കാൻ സാധിക്കാത്ത അവസ്ഥ വരുന്നത് എന്തുകൊണ്ടാ? മനസ്സ് അസ്വസ്ഥത. കുഞ്ഞുങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാകാൻ കാരണം എന്താ? അവർ ഈ കണ്ടുവരുന്നത് വീട്ടില് ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലുള്ള നിസ്സാര കാര്യങ്ങളുടെ സൗന്ദര്യപ്പിണക്കങ്ങള്, വഴക്കുകള്, വക്കാണങ്ങള്, ഇതെല്ലാമാണ് അത് കണ്ടു വളരുന്നത്. അങ്ങനെ കണ്ടു വളരുമ്പോൾ ഇവരുടെ മനസ്സിൽ അങ്ങ് സുരക്ഷിതത്വം നഷ്ടപ്പെടും. ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ ഒരു വലിയ ആഗ്രഹം എന്താണെന്നറിയാം? പപ്പായും മമ്മിയും രണ്ടുപേരും കൂടെ അവരെ സംരക്ഷിക്കണം. അപ്പൊ ഇവര് തമ്മിൽ വഴക്കാന്ന് പറയുമ്പോൾ ഈ പിള്ളേര് പേടിച്ചു നിൽക്കും. അത് നമ്മൾ ആരും ശ്രദ്ധിക്കത്തില്ല. നമ്മളിങ്ങനെ ജയിക്കാനുള്ള ആ തത്രപ്പാടിൽ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ ഭയപ്പെട്ട് അവിടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ ഈ വഴക്കെല്ലാം കണ്ട് ഭയപ്പെട്ട്, കുടുംബത്തിലെ വയലൻസ് കണ്ട് ഭയപ്പെട്ട് ജീവിക്കുന്ന കുട്ടികളുണ്ട്. അതൊന്നും നമ്മൾ ഇതുവരെ ഗൗരവമായിട്ട് എടുത്തിട്ടില്ല. നമ്മള് ഭാര്യയുടെയും ഭർത്താവിന്റെയും മാത്രം കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. പക്ഷെ മക്കൾ അവിടെ ഭയപ്പെട്ട് നിന്ന് കഴിഞ്ഞാൽ ഉള്ള ഒരു കുഴപ്പമെന്നറിയോ? ഇവർക്ക് ഒരു സന്തോഷത്തിന്റെ അന്തരീക്ഷമില്ല, ഇവരുടെ മനസ്സ് അസ്വസ്ഥമാണ്, ഒരു സംതൃപ്തിയില്ല. അതുകൊണ്ടൊക്കെ സംഭവിക്കുന്നത് എന്താണ്? ഇവർക്ക് പഠിക്കാനൊന്നും പറ്റത്തില്ല. നമുക്ക് നമ്മുടെ ഒരു ശാന്തതയുടെ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് വളരാൻ സാധിക്കണം. ഈ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും വിശ്വാസം ഒന്നും മനസ്സിലാകാതെ പോകുന്നതിന്റെ ഒരു കാരണം ഇതാണ്. പപ്പായും മമ്മിയും പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ജീവനാണ്. അപ്പനെപ്പോഴും പള്ളി തന്നെ, അമ്മയും പള്ളി ഫ്രണ്ടിലുണ്ട്. പക്ഷെ വീട്ടിൽ വന്നാൽ ഇവർ ഇന്ത്യയും പാകിസ്ഥാനും പോലെ, ഒരു സ്നേഹവും ഇല്ല, ഒരു വർത്തമാനവും ഇല്ല, ഒന്നുമില്ല. അതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഈ കുട്ടികൾക്ക് വിശ്വാസം മനസ്സിലാവത്തില്ല. ഇവർ പിന്നെ എന്തിനാ ഈ പള്ളി പോയി പ്രാർത്ഥിക്കുന്നത്? പള്ളി പോയി പ്രാർത്ഥിച്ചിട്ട് എന്താ ഗുണം?
സ്നേഹത്തിന്റെ ഒരു അന്തരീക്ഷം ഇല്ലെങ്കിൽ എന്താണ് ഒരു ഗുണം? അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഞാനൊരു വീട്ടിൽ, എനിക്ക് നല്ല പരിചയമുള്ള ഒരു വീട്ടില് അവിടുത്തെ മൂത്ത പെൺകുട്ടി, അവള് MBA പഠിക്കുകയാണ്. അവൾ അവിടുത്തെ കോളേജിലെ കലാതിലകമാണ്, കോളേജ് ചെയർപേഴ്സണാണ്. അവിടെ ഭയങ്കര ആക്റ്റീവായിട്ട് വളരെ മിടുക്കിയ ഒരു പെൺകുട്ടി. അവളെക്കുറിച്ച് അവളുടെ അമ്മ എന്നോട് പറഞ്ഞു, അച്ഛാ, കാര്യം ഇതൊക്കെയാണെങ്കിലും വെള്ളിയാഴ്ച വൈകുന്നേരം ഒന്നൊരു സമയമുണ്ടെങ്കിൽ, ശനി ഞായറും അവധിയാണെങ്കിൽ അവള് ബാഗും എടുത്ത് ഇങ്ങി വരും, ഹോസ്റ്റലിൽ നിന്ന് ഇങ്ങി വരും. അവൾക്ക് അമ്മയെ കുറച്ച് സമയം അടുക്കളയിൽ സഹായിക്കണം, അപ്പൻ്റെ കൂടെ കുറച്ച് സമയം പറമ്പിലൊന്ന് പോയി സഹായിക്കണം. പിന്നെ ആങ്ങളമാര് 2 പേരുണ്ട്, അവന്മാരെ ഒന്ന് ഇരുത്തി പഠിപ്പിക്കണം. അവൾ കുടുംബം ആസ്വദിക്കുകയാണ്. കുടുംബം ആസ്വദിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അവൾ. എൻജോയിങ് ദ ഫാമിലി എന്ന് പറയത്തില്ലേ, കൊതിയോടെ വീട്ടിലേക്ക് മടങ്ങി വരാൻ കൊതിയോടെ കാത്തിരിക്കുന്ന മക്കൾ നമുക്കുണ്ടാവണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മയെന്ന് പറയുന്നത് അവർക്ക് വലിയ സുഖസൗകര്യങ്ങൾ കൊടുക്കലല്ല. പിള്ളേരെ നിങ്ങൾ വഷളാക്കരുത്. ചോദിക്കുന്നതെല്ലാം മേടിച്ചു കൊടുത്ത് വലിയ വലിയ കാര്യങ്ങളെല്ലാം ചെയ്ത് പിള്ളേരെ വഷളാക്കരുത്. ഈ അടുത്ത നാളില് ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, എൻ്റെ മോനെ ഞാൻ ഇന്ന സ്കൂളിലാണ് കൊണ്ട് ചേർത്തിരിക്കുന്നത്, അതൊരു കോർപ്പറേറ്റ് കമ്പനി നടത്തുന്ന സ്കൂളാ. ഞാൻ ചോദിച്ചാൽ ഇത്രയും ക്രൈസ്തവ വിദ്യാലയങ്ങൾ ഉണ്ടായിട്ട് നീ ഇതിന് അവിടെ കൊണ്ടുപോയി ചേർത്തേ? ഓ, അവിടെ എയർ കണ്ടീഷനാ, പിതാവിനറിയാവോ, പഴയ പോലെ ഒന്നുമല്ല, ഇപ്പൊ അവിടെ എയർ കണ്ടീഷനാ ക്ലാസ് റൂം. എയർ കണ്ടീഷൻ ക്ലാസ് റൂമിലിരുത്തി നമ്മുടെ പിള്ളേരെ എന്തിനാ പഠിപ്പിക്കുന്നത്? അതുങ്ങൾ ഇച്ചിരി ചൂടും വെയിലും ഒക്കെ കൊണ്ടേ, വെയിലും തണുപ്പും ഒക്കെ കൊണ്ടല്ല പഠിക്കേണ്ടത്. പിന്നെ അവിടെ കുതിര സവാരി പഠിപ്പിക്കും. ഇതാണ് ഈ ക്രിസ്ത്യാനി അച്ചായന്മാരുടെ ഓരോ യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത പ്രതീക്ഷകളാണ്. കുതിര സവാരി നമ്മുടെ പിള്ളേര് നാട്ടിൽ കൂടെ കുതിരപ്പുറത്ത് നടക്കാൻ പറ്റുമോ? നമ്മുടെ പിള്ളേര് പഠിക്കേണ്ടത് പ്രൈവറ്റ് ബസ്സേ കയറാനും ചില്ലറ കൊടുക്കാനും ഒക്കെയല്ലേ. അല്ലാതെ ഈ കുതിരയുടെ പുറത്ത് നടന്നിട്ട് എന്നെ കാണിക്കണം. അതിനൊക്കെ വലിയ ഫീസാ കൊടുക്കുന്നത്. ഇല്ല, 10,000 രൂപ ഫീസ് കൊടുത്ത് കൊച്ചിനെ പഠിപ്പിക്കുക. നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെയൊക്കെ പുറമ്പോക്കുകളിലൊക്കെ വളരുന്ന കുട്ടികൾ സ്നേഹത്തോടെയാണ് വളരുന്നതെങ്കിലും അവരുടെ ഇടയിൽ നിന്ന് ചിലപ്പോൾ ജില്ലാ കളക്ടർ ഉണ്ടായെന്ന് വരും. കാരണം ഉൾക്കരുത്തുള്ള കുഞ്ഞുങ്ങളാണത്. നമ്മുടെയൊക്കെ സാധാരണ കുടുംബങ്ങൾ മാത്രം മതി, വലിയ വലിയ മണിമാൻ മന്ദിരങ്ങളൊന്നും ഉണ്ടാക്കി കൊടുക്കണ്ട. ഞാൻ മാതാപിതാക്കളോട് പറയാറുണ്ട്, നിങ്ങൾ പണമില്ലെന്ന് ഓർത്ത് വിഷമിക്കണ്ട, സ്നേഹമില്ലെങ്കിൽ അതോർത്ത് വിഷമിച്ചോളൂ. കാരണം നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് ഒരുമാതിരി ഒരു ശാന്തതയിലൊക്കെ ജീവിക്കുകയാണെങ്കിലുണ്ടല്ലോ, അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊള്ളുന്ന നിങ്ങളുടെ മക്കള് നിങ്ങൾക്ക് പിടിച്ചാൽ കിട്ടാത്ത പോലെ മിടുക്കരായിട്ട് വളരും. അവര് അപ്പന്റെ അമ്മയുടെയും കഷ്ടപ്പാടൊക്കെ അറിഞ്ഞ് അവര് നല്ല മിടുക്കരായിട്ട് ജീവിക്കും, അവരധ്വാനിക്കും. നമ്മൾ ഈ ധാരാളിത്തത്തിൽ വളർത്തുന്ന കുഞ്ഞുങ്ങളല്ല മിടുക്കരാകുന്നു. കഷ്ടപ്പാടൊക്കെ അറിഞ്ഞാലും പക്ഷെ സ്നേഹം തൊട്ടറിയാം. 2 പേരും, ഭാര്യയും ഭർത്താവും കൂടെ സ്നേഹമാണ് എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കണം. നിങ്ങളുടെ കൂട്ടത്തിൽ ചെറുപ്പക്കാര് ദമ്പതികളുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങളൊരു ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, 2 പേരും കൂടെ എന്നാൽ ഇച്ചിരി വർത്താനമൊക്കെ പറഞ്ഞ് ഇച്ചിരി സ്നേഹിച്ചു കളയാന്ന് ഓർത്ത് നിങ്ങൾ കട്ടിലേക്ക് കിടക്കുകയാണെന്ന് വിചാരിക്കുക. ഇച്ചിരി വർത്താനമൊക്കെ പറഞ്ഞ് കിടക്കുകയാണ്. കഷ്ടകാലത്തിന് ആ കഥക് ശകലം തുറന്നും കിടക്കുകയാണ്. നിങ്ങൾക്ക് 2 ഉണ്ടാപ്പി പിള്ളേര് വീട്ടിലുണ്ട്. ഇത് കണ്ടു, ഇതുങ്ങൾ എന്നാ എടുക്കും? വാതിൽ തള്ളി തുറന്ന് അവർ കിടക്കാൻ പോകുന്നത് എവിടെയാ? നിങ്ങളുടെ നടുക്ക് കയറിയാണ് കിടക്കുന്നത്. അവർക്ക് ഭയങ്കര കൊതിയാണ് ഈ പപ്പായും മമ്മിയും കൂടെ സ്നേഹമായിട്ട് ഒന്ന് ജീവിക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഈ കുഞ്ഞുങ്ങൾക്ക്. നമ്മൾ പറയും ഉഴപ്പി, കുറച്ചു നേരം സമയം ഒന്ന് തന്നിച്ചിരിക്കാന്ന് ഓർത്തപ്പോഴത്തേക്ക് ഇതുങ്ങൾ വന്ന് ഉഴപ്പൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, അവർക്ക് ഈ സ്നേഹം വേണം. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഒരു ശാന്തതയുടെ അന്തരീക്ഷം ഇല്ലാതെ പോകുന്നത് കൊണ്ട്, കണ്ടമാനം പരവേശവും ആശങ്കയും എല്ലാം നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഈ കുട്ടികളുടെ മനസ്സ് ഒന്ന് ശാന്തമാകാതെ പോവുകയാണ്. നിങ്ങളുടെ 24 മണിക്കൂർ ഉള്ള ഒരു ദിവസത്തിലെ നിങ്ങളുടെ സംസാരത്തിന്റെ ക്വാളിറ്റി നിങ്ങളൊന്ന് അസസ് ചെയ്ത് നോക്കിയേ. പരാതി, പരിഭവം, വഴക്ക്, വക്കാണം, അഭിപ്രായ വ്യത്യാസം, കുറ്റം പറച്ചിൽ, പഴയ കാര്യങ്ങൾ പറച്ചിൽ, ഭാവി കാര്യങ്ങൾ പറച്ചിൽ, ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് ഒരു സ്നേഹമായിട്ട് വർത്തമാനം പറയുന്നത് എത്ര സമയം കാണും? നിങ്ങൾ ഇനി ഈ കൺവെൻഷൻ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് ഒരു 10 മിനിറ്റ് സ്നേഹവർത്താനം പറയുകയാണെങ്കിൽ കൺവെൻഷൻ വിജയിച്ചതായി ഞാൻ പ്രഖ്യാപിക്കും കേട്ടോ. അല്ലെങ്കിൽ ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെയൊക്കെ കുടുംബങ്ങൾ കുറച്ചും കൂടെ കരുത്തുള്ള കുടുംബങ്ങളായിട്ട് മാറണം. എന്തുകൊണ്ടാണ് നമ്മുടെയൊക്കെ മക്കള് അവിടെ ഇവിടെയൊക്കെ പോയി നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒന്നും വളർന്നു വരാത്തത്? ഈ തുടക്കം ഉണ്ടല്ലോ, ഈ തുടക്കം, നമ്മുടെ കുടുംബങ്ങളിലുള്ള തുടക്കം, അത് അവർക്ക് ഈ ഓർമ്മ വയ്ക്കാത്ത പ്രായം മുതൽ അവർ കണ്ടു വളരുന്ന ചില കാര്യങ്ങളൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന സ്വാധീനങ്ങളായിട്ട് മാറുന്നത്. അവിടെ സ്നേഹത്തിന്റെ വലിയ കെട്ടിപ്പിടിച്ച് സ്നേഹമൊന്നും വേണമെന്ന് ഞാൻ പറയുന്നില്ല.
പക്ഷെ ഒരു സ്നേഹത്തിന്റെ അന്തരീക്ഷം, സുരക്ഷിതത്വത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചാൽ അതൊരു വലിയ നന്മയായിരിക്കും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടാതെ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ആകുലതയൊന്ന് കുറച്ചുകൊണ്ട് വരാനായിട്ട് പറ്റും. ഈ പേടിയൊക്കെ ഒന്ന് കുറച്ചുകൊണ്ട് വരാൻ പറ്റും. പേടി എപ്പോഴാണ് നമുക്ക് ഉണ്ടാകുന്നത്? നമുക്ക് വിശ്വാസം കുറയുമ്പോഴാണ് പേടി ഉണ്ടാകുന്നത്. 2 ചേട്ടന്മാർ ഒരിക്കൽ എന്നെ കാണാൻ വന്നു. നിങ്ങൾ തിരുമേനി പറഞ്ഞു ഞാൻ സൈക്കോളജി പഠിച്ച മെത്രാനാന്ന്. സൈക്കോളജി പഠിച്ച മെത്രാൻ ആയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊരു കാർന്നോര് പറഞ്ഞു, ലോകാവസാനം ആരംഭിച്ചെന്നാ തോന്നുന്നു പറഞ്ഞു. ഇത് സൈക്കോളജി പഠിച്ചവരെയൊക്കെ മെത്രാനാക്കാൻ കൊള്ളാവോ എന്നുള്ളതാണ് അവരുടെ ചിന്ത. ഏതായാലും ആയിപ്പോയി. അതിനു മുമ്പ് ഞാനൊരു കൗൺസിലിംഗ് സെന്ററും ഒക്കെ ആയി, പിന്നെ അധ്യാപനവും ഒക്കെ ആയിട്ട് ജീവിക്കുകയായിരുന്നു. അവിടെ 2 ചേട്ടന്മാര് വഴിതെറ്റി വന്നു. ഇപ്പൊ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ മൊത്തം കൺഫ്യൂഷൻ ആണല്ലോ. എന്നതാ കൗൺസിലിംഗ് എന്ന് ഒരു പിടിയില്ല. ഇപ്പൊ 2 ചേട്ടന്മാര് വന്നു. അവര് പറഞ്ഞത് അവരുടെ വീട്ടിൽ അടുപ്പിച്ച് 3 മരണം ഉണ്ടായി. 3 മരണം ഉണ്ടായി. അപ്പോ അവരോട് ആരോ നമ്മുടെ പ്രാർത്ഥനക്കാരെ സ്വസ്തി, എന്തെല്ലാം കുഴപ്പങ്ങൾ അവരുണ്ടാക്കുന്നു. അവർ കണ്ണടച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ദർശനം ഉണ്ടാവണം. അവർക്ക് കണ്ണടച്ചോ തലേ കൈവച്ചോ അവർക്ക് ദർശനം ഉണ്ടായിരിക്കും. അപ്പൊ പിന്നെ ഉള്ളത് അങ്ങ് പറയാതിരിക്കാൻ പറ്റുമോ? പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുകയല്ലേ. അങ്ങ് പറഞ്ഞു. അപ്പൊ എന്നതാ പറഞ്ഞത്? നിങ്ങളുടെ വീട്ടിൽ 3 തലമുറകൾക്ക് മുമ്പ് ഒരു ദുർമരണം ഉണ്ടായി. എന്റെ പൊന്നോ, ഇതൊക്കെയാണോ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയത്? ദുർമരണം എന്നൊക്കെ പറഞ്ഞൊരു മരണമുണ്ടോ നമ്മുടെ വിശ്വാസത്തിൽ? ദുർമരണം ഉണ്ടായി, അതുകൊണ്ട് ആത്മാവ് അതുവഴി പറന്ന് നടപ്പുണ്ടെന്ന്. അതുകൊണ്ടാണ് 3 പേര് മരിച്ചത്. അപ്പൊ ഞാൻ വളരെ സ്വാഭാവികമായിട്ട് ഇവരോട് ചോദിച്ചു, മരിച്ചവരുടെ വയസ്സ് എത്രയാണ്? ഉടനെ എന്നോട് ഒരു ചേട്ടൻ പറയാ, ആദ്യത്തെ 2 പേരെ കുറിച്ച് ഞങ്ങൾക്ക് പരാതിയില്ല, കാരണം അവർ നാട് നീങ്ങാൻ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. അതെ, ഒരാൾക്ക് 86 വയസ്സും മറ്റേയാൾക്ക് 78 വയസ്സുമാണ്. അവർ 2 പേര് പോയി, ഞങ്ങൾക്ക് പരാതിയില്ല. പക്ഷെ 3-ാമത്തേത് 40-കാരനാണ് പോയിരിക്കുന്നത്. ഈ വന്നിരിക്കുന്ന 2 ചേട്ടന്മാർ അവരുടെ കുടുംബത്തിലെ 40-നും 78-നും ഇടയ്ക്കുള്ള 2 എണ്ണമാണ്. ഇവര് ഞെട്ടി വരച്ചിരിക്കുകയാണ്, അടുത്തത് ഞങ്ങളാണോ എന്നുള്ള ഭയപ്പാടിൽ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോ ഏതാണ്ട് പ്രാർത്ഥനക്കാര് ഏതാണ്ട് ദർശനമൊക്കെ പറഞ്ഞ് തലേ കൈവച്ച് പറഞ്ഞിട്ടുണ്ട്, 10-200 കുർബാന ചൊല്ലിക്കണമെന്ന് ഏണ്ടൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. ആത്മാവ് നമ്മുടെ 3 തലമുറ മുമ്പിലത്തെ ആത്മാവിനെ. എന്നിട്ട് ഇവരെല്ലാവരും കൂടെ കുടുംബയോഗം കൂടി ഭയങ്കര ചർച്ച നടത്തി. എന്നതാ, ആരായിരിക്കും മരിച്ചത്? അപ്പോ അവര് കണ്ടെത്തി 3 തലമുറ മുമ്പ് വല്യമ്മയുടെ സ്വഭാവം ഭയങ്കര കാർക്കശിക്കാരിയായിരുന്നു. മിക്കവാറും അവരുടെ കാലത്ത് ആരെങ്കിലും മരിച്ചു കാണും എന്ന് ഒരു തീരുമാനത്തിലെത്തി. അതിന്റെ ആത്മാവാണ്. എനിക്കിതെല്ലാം കൂടെ കേട്ടിട്ട് അങ്ങോട്ട് ദേഷ്യം വന്നു. ഞാൻ അവരോട് ചോദിച്ചു, പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷത്തിൽ എവിടാണ് ഈ ആത്മാക്കൾ കറങ്ങി നടക്കുന്നെന്ന് പറയുന്നത്? അതുപോലെ 3 തലമുറ മുമ്പുള്ള ആത്മാവ് ഇപ്പോഴും നടക്കുന്നൊക്കെ പറയുന്നത് എവിടെയാണ്? അല്ല, സുവിശേഷത്തിൽ അങ്ങനെ ഇല്ല. പിന്നെ നമ്മുടെ വിശ്വാസങ്ങൾ എന്നാ വിശ്വാസം? ഇത് വേറെ ഏതാണ്ട് വിശ്വാസമല്ലേ? നമ്മുടെ വിശ്വാസത്തിൽ എവിടെയാണ് ആത്മാക്കൾ കറങ്ങി നടക്കുക, അവരിങ്ങനെ കുടുംബത്തെ അസ്വസ്ഥപ്പെടുത്തുക? ഇതൊന്നും ഇല്ല. ഞാൻ പറഞ്ഞത്, നമ്മൾക്കിങ്ങനെ അനാവശ്യമായ ഭയപ്പാടുകളാണ്. അനാവശ്യമായ ഭയപ്പാട്. ആരാണ്ട് കൊണ്ടുപോയി കൂടോത്രം വെച്ചു. നിങ്ങൾ നോക്കണം, ഏത് പറമ്പിൽ കുഴിച്ചാലും തലമുടിയും കുപ്പിച്ചില്ലും കിട്ടും. കാരണം എന്നാണെന്നറിയോ? ഈ 2 സാധനവും അഴുകി പോവുകയല്ല. നിങ്ങളുടെ പറമ്പിന്റെ മണ്ണാണെങ്കിൽ അത് ഈയിടെ ഇറക്കിയ മണ്ണല്ലെങ്കിൽ, ഇപ്പൊ എല്ലാവരും മണ്ണ് ഇറക്കുകയാണല്ലോ, മൊത്തം നികത്തിയതല്ല. സാധാരണ ഭൂമിയാണെങ്കിൽ എവിടെ കുഴിച്ചാലും കുപ്പിച്ചില്ലും ഇതും കിട്ടും, നമ്മുടെ തലമുടിയും കിട്ടും. ഇത് 2 അഴുകി പോകത്തില്ല, അതുകൊണ്ട് അവിടെ കാണും. അത് ആരാണ്ട് കുറച്ച് ഇന്നലെ അയലോക്കത്തുകാർ വേലിയുടെ അവിടെ ചുറ്റിക്കറങ്ങി നടക്കുന്നത് കണ്ടു. അവരേതാണ്ട് ചെയ്തെന്നാ തോന്നുന്നത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാന സ്വീകരിച്ച നിങ്ങളെ തൊടാൻ ഏത് കൂടോത്രത്തിനാ പറ്റുന്നത്? നിങ്ങൾ എന്തിനാ ഈ പേടിക്കുന്നത്? അതാണ് നമുക്ക് ഈ അനാവശ്യമായ ആകുലതകളാണ്. ഞങ്ങളുടെ വീട്ടിൽ ആപ്പാടെ പ്രശ്നം, ഞങ്ങൾ ബിസിനസ് നടത്തിയിട്ട് ശരിയാകുന്നില്ലെങ്കിൽ ഇത് നടത്താവുന്ന ബിസിനസ് ആണോ എന്ന് ആദ്യം ചിന്തിക്കണം. പിന്നെ ഇത് നടത്തേണ്ട രീതിയിലാണോ നടത്തുന്നതെന്ന് ചിന്തിക്കണം. മനുഷ്യനോട് ഇടപെടാൻ അറിയാവോ എന്ന് ചിന്തിക്കണം. ക്രിസ്ത്യാനി ബിസിനസ് നടത്തിയാൽ അവൻ ആ കസേരക്കറി ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മളേതാണ്ട് മോട്ടിക്കാൻ ചെന്നാണ് അവന്റെ ചിന്ത. അവന് നമ്മുടെ ഒരു നോട്ടമൊക്കെ കണ്ടാൽ, മറ്റു മതസ്ഥരൊക്കെ ആണെങ്കിൽ അവന് ബിസിനസ് നടത്താൻ അറിയാം. അവൻ എന്നാ വേണം സാറേ ഇതുകൂടെ, അവനെ നമ്മളെ കൊണ്ട് 2-3 സാധനവും കൂടെ മേടിപ്പിക്കുകയും വേണമെങ്കിൽ വീട്ടിൽ കൊണ്ട് 2-3 എണ്ണം കൂടെ കൊണ്ട് തരികയും ചെയ്യും. ക്രിസ്ത്യാനി അങ്ങനല്ല. ഇവൻ എന്നത്തിനായിരിക്കും രാവിലെ ഇങ്ങോട്ട് വന്നത്? എന്നെ വല്ലതും കളിപ്പിക്കാൻ വന്നതാണോ എന്നുള്ള രീതിയിലാണ് നോട്ടം. പിന്നെ എങ്ങനെയാ അവൻ്റെ ബിസിനസ് ശരിയാകും? ഞാൻ പറഞ്ഞു വരുന്നത്, ഞാനങ്ങ് അവസാനിപ്പിക്കാം കേട്ടോ. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മൾ അനാവശ്യമായ ആകുലതകളും ഭയപ്പാടുകളുമായിട്ട് ജീവിക്കുമ്പം നമുക്കെങ്ങനെയാണ്
കർത്താവിൻ്റെ കൃപ അനുഭവിക്കാനായിട്ട് പറ്റുന്നത്. നമുക്ക് കുറച്ചുകൂടെ ശാന്തരാകാൻ പറ്റും കേട്ടോ. നിങ്ങളെല്ലാവരും ഇന്ന് കണ്ണാടി നോക്കണം പോയിട്ട്. എത്ര മനോഹരമാണ് നിങ്ങളുടെ മുഖമൊന്ന് കാണണം. നിങ്ങളുടെ മുഖം തന്നെയാണ് കേട്ടോ. എന്നിട്ട് കുറച്ചും കൂടെ ശാന്തതയോടുകൂടിയൊക്കെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ലേ എന്ന് നിങ്ങൾ കണ്ണാടിയുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ ഭർത്താവിനോടൊക്കെ ഒന്ന് വഴക്ക് പിടിച്ച് നോക്കണം. അത് പഠിക്കണം, അത് ട്രെയിനിങ് എടുക്കണം. കുറച്ചും കൂടെ ശാന്തമായിട്ട് എങ്ങനെ സംസാരിക്കാം, കുറച്ചും കൂടെ സൗമ്യതയോടെ എങ്ങനെ ഇടപെടാം. നമ്മുടെ കുട്ടികളെയൊക്കെ ആണെങ്കിലും പഠിപ്പിക്കേണ്ടത് എന്നാണെന്നറിയാമോ? ശാന്തതയോടെ അഭിപ്രായ വ്യത്യാസം പറയാൻ പഠിപ്പിക്കണം. അത് വലിയൊരു പാഠമായിരിക്കും കേട്ടോ. ശാന്തതയോടെ. മോനെ, നീ ഇങ്ങനെ തല്ലിപ്പൊള്ളിക്കേണ്ട കാര്യമില്ലടാ, നീ പറ, നീ സമാധാനമായിട്ട് പറ, ഞങ്ങൾ കേൾക്കാം. ചില ഈ കൊച്ചു കുട്ടികളെ കണ്ടിട്ടില്ല. ഞാനൊരിക്കൽ ഒരു ചെറുപ്പക്കാരായ ദമ്പതികളുടെ ഒരു കുട്ടി, അവനെ കൊണ്ട് നടക്കുന്ന വഴി അവന് ഈ ചെവി പൊട്ടുന്ന രീതിയിൽ അവൻ സംസാരിക്കുന്നത് ഭയങ്കര ഉറക്കയാ. നമ്മൾ പൊതുവെ അച്ഛന്മാരൊക്കെ പറയൂല്ലോ, അയ്യോ മോനെ ഇത്രയും ശബ്ദം വേണ്ട. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, എന്തുകൊണ്ടായിരിക്കും ഈ പയ്യൻ ചെവി പൊട്ടുന്ന ശബ്ദത്തിൽ സംസാരിക്കുന്നത്? ഈ അപ്പനോടും അമ്മയോടും സംസാരിച്ചപ്പം എൻ്റെ പൊന്നോ തിരക്കാടായി. അതുകൊണ്ട് ഇവൻ പറയുന്നൊന്നും ഞങ്ങൾക്ക് അങ്ങനെ നേരെ കേൾക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ആ കൊച്ചെന്നെ അടുക്കും കുറച്ചും കൂടെ ശബ്ദം ഉണ്ടാക്കി പറയും, അതും കേൾക്കത്തില്ല. അപ്പൊ എന്നെ അടുക്കും കുറച്ചും കൂടെ ശബ്ദം ഉണ്ടാക്കി പറയും. ഇപ്പൊ അവൻ മൊത്തം വെടി പൊട്ടിക്കുന്ന പോലാണ് മുഴുവൻ സംസാരിക്കുന്നത്. നിങ്ങൾ അവനെ ഒന്ന് കേട്ടു നോക്കി സമാധാനമായിട്ട്. മോനെ ഇത്ര ശബ്ദത്തിൽ വേണ്ട, പതുക്കെ പറഞ്ഞാലും പാപ്പ കേട്ടോളൂ എന്നൊന്ന് പറഞ്ഞു നോക്കി. ചിലപ്പോൾ അവൻ സമാധാനമായിട്ട് പറയാനായിട്ട് പഠിക്കും. വലിയൊരു പാഠമാണത്, ജീവിത പാഠമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠമാണ് ഇതൊക്കെ. അതായത് ശാന്തതയോടെ ഇടപെടുക, സ്നേഹത്തോടെ മാന്യതയോടുകൂടി ഇടപെടുക, അതുപോലെ സൗമ്യതയോടെ ഇടപെടുക. എല്ലാവർക്കും എന്നാ ഇഷ്ടമല്ലേ സൗമ്യതയുള്ള ആൾക്കാരെ. ഞങ്ങളുടെയൊക്കെ രൂപതയിൽ ചില പള്ളിയിൽ ആകെപ്പാടെ പ്രശ്നം, ഒരച്ഛൻ ചെന്ന് കഴിഞ്ഞാൽ 5 ഗ്രൂപ്പാണ്. അതിന് മുമ്പ് 2 ഗ്രൂപ്പേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പുള്ളി ചെന്നോടെ 5 വേറൊരു ശാന്തനായ ഒരു അച്ഛനെ വെച്ചു, ഗ്രൂപ്പ് 1 ഇല്ലാതായി, എല്ലാവരും സമാധാനമായി. അത് കഴിഞ്ഞ് വേറൊരു അച്ഛൻ ചെന്നു, പിന്നെ 3 ഗ്രൂപ്പായി. ഇതാണ് ഓരോരുത്തരുടെ രീതി അനുസരിച്ച്. അപ്പൊ നമുക്ക് ഇത് തന്നെയാണ് കുടുംബങ്ങളിലും, സൗമ്യതയോടെ ഇടപെടുന്നവര്, ശാന്തതയോടെ ഇടപെടുന്നവര്, എന്നാൽ വേണ്ട രീതിയിൽ സംസാരിക്കുന്നവര്, അതെല്ലാം കൂടെ കുടുംബം കുറച്ചുകൂടെ സ്നേഹമുള്ള കുടുംബമായിട്ട് നമ്മൾ മാറും. എനിക്കതാണ് നിങ്ങളെല്ലാവരെയും കുറിച്ചുള്ള പ്രതീക്ഷ കേട്ടോ. കുറച്ചും കൂടെ സ്നേഹിക്കുന്ന കുടുംബങ്ങളായിട്ട് മാറണം. ഒത്തിരി തമാശയൊക്കെ പറയണം കേട്ടോ. വീട്ടിൽ തമാശയൊക്കെ പറയണം. ചിരിക്കാനൊക്കെയുള്ള കഴിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് TV-യിലെ ഒന്നും കിട്ടിയില്ലെങ്കിൽ TV-യിലെ നമ്മുടെ കോമഡി പരിപാടി എങ്കിലും കണ്ട് ചിരിക്കണം. ചിരിക്കാതെ കിടന്നുറങ്ങരുത്. കർത്താവ് നിങ്ങളൊക്കെ ചിരിക്കുന്നത് കേൾക്കാൻ കർത്താവ് നിങ്ങളുടെ വീട്ടിലൂടെ പമ്മി നടപ്പുണ്ട്. പക്ഷെ നിങ്ങളെല്ലാം ഭയങ്കര സീരിയസാ. വീട്ടിൽ ചെല്ലും എന്നെ എടുക്കാനാ. നിങ്ങൾ പറയുന്ന തമാശ കേട്ട് ചിരിക്കാൻ നമ്മുടെ കർത്താവ് നമ്മുടെ വീട്ടിൽ പമ്മി നടപ്പുണ്ട് കേട്ടോ. കണ്ടെത്തണം ആ ഈശോയെ. ഭയങ്കര രസമായിട്ട് നമുക്ക് മാറും നമ്മുടെ ഈ ജീവിതം. നമ്മളിങ്ങനെ ആർക്കും വേണ്ടിയല്ലാതെ കുരിശു എടുത്തുകൊണ്ട് വഴി കൂടെ നടക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. കർത്താവ് ഒരു പ്രാവശ്യം കുരിശെടുത്തു, അതിലൂടെ മനുഷ്യന്റെ രക്ഷ സാധിച്ചു. പിന്നെ അവിടുന്ന് ഉത്ഥാനം ചെയ്തു. ചിലരുടെയൊക്കെ ജീവിതം കണ്ടാൽ ആർക്ക് വേണ്ടിയല്ലാതെ അവർ ചുമ്മാ കുരിശു എടുത്തുകൊണ്ട് നടക്കുക, ആർക്കാണ്ട് വേണ്ടിയൊക്കെ. അങ്ങനെയല്ല, സന്തോഷത്തോടെ സംതൃപ്തിയോടെ ജീവിക്കാനുള്ള ഒരു കൃപ, വലിയ സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷം, ആകുലതകൾ ഒഴിഞ്ഞ ഒരു മനസ്സ്, അതൊക്കെയാണ് കർത്താവ് നമുക്കായിട്ട് തരുന്നത്. അതിനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ അറിഞ്ഞോന്നറിയത്തില്ല, 8:30 കേട്ടോ. ഞാനങ്ങ് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവായ ഈശോയെ ഞങ്ങളെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട, ദൈവത്തിൻ്റെ രാജ്യവും നീതിയും മാത്രം അന്വേഷിക്കുക, ബാക്കിയെല്ലാം നൽകപ്പെടും. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട. കർത്താവെ, ആകുലതകൾ കൊണ്ട് പ്രായമാകുന്നവരാണ് ഞങ്ങൾ. ആകുലതയുടെ വാർദ്ധക്യത്തിൽ, അകാല വാർദ്ധക്യത്തിൽ ജീവിക്കുന്നവരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് സന്തോഷിക്കാനാവാത്ത അനുഭവങ്ങളുണ്ട്, സങ്കടത്തോടെ ജീവിക്കുന്ന അനുഭവങ്ങളുണ്ട്, പഴയ കാര്യങ്ങൾ ഓർത്തിപ്പോഴും സ്വയം വിചാരണ ചെയ്ത് ജീവിക്കുന്ന അനുഭവങ്ങളുണ്ട്, മക്കളെക്കുറിച്ചുള്ള ആകുലതയിൽ ഉറക്കം നഷ്ടപ്പെട്ട അനുഭവങ്ങളുണ്ട്, ഞങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഓർത്ത്, ഞങ്ങളുടെ രോഗാവസ്ഥയെക്കുറിച്ച് ഓർത്ത് അസ്വസ്ഥപ്പെട്ട് ഞങ്ങൾ ജീവിക്കുന്നുണ്ട്. തമ്പുരാനെ, നീ കൂടെയുള്ളപ്പോൾ ഞങ്ങൾക്കെതിരെ ആര് നിൽക്കും? നീ കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾ എന്തിനാണ് അസ്വസ്ഥപ്പെടുന്നത്, ആകുലപ്പെടുന്നത്? സർവശക്തനായ ദൈവം കർത്താവെ, അവിടുന്ന് ഞങ്ങളോട് വിശ്വസ്തനാണല്ലോ. ഞങ്ങളുടെ മനസ്സുകളെ ശക്തമാക്കണമേ. ഞങ്ങളുടെ ആടി ഉലയുന്ന വഞ്ചിയിൽ അമരത്ത് നീ തലയണ വെച്ച് കിടന്നുറങ്ങുന്നുണ്ട് എന്നുള്ള വലിയ ധൈര്യം തന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ സമാധാനമുള്ള, ഒത്തിരി സ്നേഹമുള്ള,
ഒത്തിരി സന്തോഷമുള്ള, ഒത്തിരി പൊട്ടിച്ചിരികൾ ഉയരുന്ന കുടുംബങ്ങളാക്കി ഞങ്ങളുടെ കുടുംബങ്ങളെ മാറ്റണമേ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.